हाय चिल्ड्रन, नमस्ते। आप सब कैसे हैं? ठीक है ना? ഡിയർ ചിൽഡ്രൻ, വെൻ ഈസ് അവർ ഹിന്ദി എക്സാം? എന്നാണ് നമ്മുടെ ഹിന്ദി എക്സാം? 5th of August. So we have to study the letters, pictures, match the following, match the identical letters, etc. അപ്പോൾ നമ്മുടെ പരീക്ഷ അടുത്ത് വന്നുകൊണ്ട് നമുക്ക് റിവിഷൻ ചെയ്യാം. So children, please open your textbook, page 1. Let us read it. ആദ്യമേ നമ്മൾ ഏതൊക്കെ ലെറ്റർ പഠിച്ചതെന്ന് നോക്കാം. See here, A. Read it, A. And this is the second Swarashar, A. Read it, A. See here. Read it, E. E. See the next one, E. E. So after E, O. Read it, O. After O, U. U. After O, Ri. 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 ഈ എഴുതിയേക്കുന്ന ലെറ്റേഴ്സൊക്കെ ഒന്ന് വായിച്ചേ. നമുക്ക് വായിക്കാം. റീഡ് ലൗഡ്ലി. ആ. ഇതേത് ലെറ്ററാണ്? ആ. ആൻഡ് ദിസ് ഇ. ഇതേത് ലെറ്ററാണ്? ഈ. ആൻഡ് ദിസ് ഇതേതാണ് ലെറ്റർ? O. And this U. Which is this letter? ഇത് ഏത് ലെറ്റർ ആണെന്ന് പറഞ്ഞേ? രി അല്ലേ? ഇനി ഒരുമിച്ചൊന്ന് വായിച്ചേ. എല്ലാവരും ഒന്ന് വായിച്ചേ. ആ, ആ, ഇ, ഈ, ഉ, ഊ, രി. Once again, a, i, u, ri. छोटी आ, बड़ी आ. छोटी ई, बड़ी ई. छोटी उ, बड़ी उ. അല്ലേ? എങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? छोटी आ, बड़ी आ. छोटी ई, बड़ी ई. छोटी उ, बड़ी उ. രി. ഓക്കെ, പഠിച്ചോ? ഒന്നും കൂടെ ഒച്ചത്തിൽ വായിച്ചേ. ആ, ആ, ഇ, ഈ, ഉ, ഊ, രി. വെരി ഗുഡ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഡിക്റ്റേഷൻ എടുക്കാൻ പോവുകയാണ്. നോട്ട്ബുക്ക് എടുത്തേ, പെൻസിലും എടുത്തേ. ഒരു ടീച്ചർ പറയുമ്പം അത് എഴുതണം. പുസ്തകമൊക്കെ അടച്ചു വെക്കണം കേട്ടോ. മൊബൈലും നോക്കരുത്. നോക്കാതെ എഴുതണം, നല്ല വൃത്തിയായിട്ട് കേട്ടോ. ടീച്ചർ പറയുന്ന ലെറ്റേഴ്സ് എഴുതണം. റെഡിയായോ? ഓക്കെ, എഴുതിക്കോ കേട്ടോ. 1 എന്നെഴുത്. 1. ആ. ലെറ്റർ ആ എഴുതിക്കേ. ആ. 2. റൈറ്റ് ലെറ്റർ ഇ. റൈറ്റ് ലെറ്റർ ഇ. छोटी ई. എഴുതിയോ? ഓക്കെ, ദ തേർഡ് വൺ, റൈറ്റ് 3. റൈറ്റ് ആ. ആ.
A. For. U. U. Choti U. Finished? Okay, write the fifth one. Write the fifth one. E. Bedi E. E. Write the fifth one. E. Bedi E. Write neatly. Okay. Now write 6. Write oo. 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 Bedi oo. Finished? Okay, now write the last one. 7. Re. Write the letter Re. Re. Finished? ഇനി എഴുതിയേക്കുന്നേ അമ്മയുടെ കയ്യിൽ കൊടുത്തേ. വേണ്ട, പുസ്തകം തുറന്ന് നോക്കിക്കേ. നിങ്ങൾ എഴുതിയേക്കണ ലെറ്ററൊക്കെ ശരിയായിട്ടാണ് എഴുതിയേക്കണേന്ന്. ആണോ? ശരിയാണെങ്കിൽ അമ്മേനോട് സ്റ്റാർ ഇട്ട് തരാൻ പറഞ്ഞു കേട്ടോ. ശരിയല്ലെങ്കിലോ പുസ്തകം നോക്കി ലെറ്റേഴ്സ് എഴുതി പഠിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഓർഡറിലല്ല പറഞ്ഞേക്കണേ. ഞാൻ ആ കഴിഞ്ഞ് ഈ പറഞ്ഞു, അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞേ. നിങ്ങൾ ഓർഡറിൽ എഴുതി പഠിച്ചാലും മതി കേട്ടോ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, പുസ്തകം നോക്കി എഴുതി പഠിക്കുക കേട്ടോ. Now open your textbook, page number 1. Let us read the textbook. Okay, read. Ase anar. Ase am. Ise imili. Ise eek. Page. Use ullu. Use und. Rise rishi. See children, read the heading. Match the identical letters. See here. ഇവിടെ ടീച്ചർ എഴുതിയേക്കണ ലെറ്റേഴ്സ് നോക്കിക്കേ. ആ, രി, ഉ, ഊ, ഇ, ഈ. ഇനി ഈ സൈഡിൽ എഴുതിയേക്കണ ലെറ്റേഴ്സ് നോക്കിക്കേ. രി, ഉ, ആ, ഈ, ഊ, ഇ. ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6. ആൻഡ് ദിസ് സൈഡ് 1 2 3 4 5 6. 6 6 അല്ലേ? ഇനി ഇത് നിങ്ങൾ മാച്ച് ചെയ്യണം. തന്നിരിക്കുന്ന ലെറ്റേഴ്സ് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് ലെറ്റർ ആ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ? ആ. ഈ സൈഡിൽ നിന്ന് ആ എവിടെയാണെന്ന് നോക്കി നിങ്ങൾ ആ ആയുടെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് അത് മാച്ച് ചെയ്യണം. അതിനാണ് പറയുന്നത് മാച്ച് ദ ഐഡൻറ്റിറ്റിക്കൽ ലെറ്റേഴ്സ്. ക്ലിയർ? ഇപ്പോൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ. ആ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ? ആ. ആദ്യത്തെ ലെറ്റർ ആ. നൗ യു ഫൈൻഡ് ഔട്ട് ആ ഫ്രം ദിസ് സൈഡ്. സി, ടീച്ചർ ഇവിടെ എ എന്നും ബി എന്നും ഇട്ടു. ദിസ് ഈസ് എ സൈഡ്, ദിസ് ഈസ് ബി സൈഡ്. ഓക്കെ. എ സൈഡിൽ 6 ലെറ്റേഴ്സ് ഉണ്ട്, ബി സൈഡിലും 6 ലെറ്റേഴ്സ് ഉണ്ട്. എ സൈഡിലെ ലെറ്റേഴ്സ് ബി സൈഡിലും ഉണ്ടാവും.
See the first letter A. Look at the B side and find out the letter A. B സൈഡിൽ നോക്കി ആ എന്ന ലെറ്റർ കണ്ടുപിടിക്കുക. എവിടെയാണ് ആ? രി ഉ ആ. യെസ്, ദിസ് ഈസ് ആ അല്ലേ? ആ കണ്ടുപിടിച്ചു അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ ആയിനെ ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. ഡ്രോ ലൈൻ ആൻഡ് മാച്ച് ഇറ്റ്. ലുക്ക് ഹിയർ. ഹൗ ടു മാച്ച് ഇറ്റ്? സി. ആ ആ ആ ആ ആ. Okay. After that, look the second letter. Which is the second letter here? Ri. A side, second letter is Ri. Now find out the Ri letter from B side. Okay, look here. This is letter Ri. Yes, here is Ri. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? രി മാച്ച് ഇറ്റ്. ഇതിൻ രി ആണ്, ഇതിൻ രി ആണ്. ഒരേപോലെയുള്ള ലെറ്ററിനെ മാച്ച് ചെയ്യുകയാണ്. ഓക്കെ. ഇനി നൗ സീ ദ തേർഡ് ലെറ്റർ. എ സൈഡ് തേർഡ് ലെറ്റർ ഈസ് ഉ. ബി സൈഡിൽ ഉ എവിടെയാണെന്ന് നോക്കിക്കേ, കണ്ടുപിടിച്ചേ. വേർ ഈസ് ഉ? ദിസ് ഈസ് ബി സൈഡ്. സി. രി ഉ. യെസ്, ഉ ഈസ് ഹിയർ. അപ്പം എന്ത് ചെയ്യണ്ടേ? മാച്ച് ഇറ്റ്. ഡ്രോ ലൈൻ ആൻഡ് match it. Okay. Now see the fourth one. Oo. Oo. Where is oo? Find out. Ri, oo, a, e, oo. See, oo is here. Dalle oo. Yes. So match it. Oo and oo. Match it. Clear? Now look, what is next? E. This is the letter E. From B side, find out letter E. B side നിന്ന് letter E കണ്ടുപിടിക്കുക. രി, ഉ, a, e, u, e. Yes, here is E. അല്ലേ? E, E. So match it with E and E. C, E and E. Okay. Now see the last one. E. This is the letter E. Now find out E from here. Ri, U, A, E. Yes, here is E. Dalle E. So what do you have to do? Match it. E and E. Draw a line and match it. ഈ. പഠിച്ചോ? എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടതെന്ന് പഠിച്ചോ? എ സൈഡിലും ബി സൈഡിലും ഒരേ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പം അത് തമ്മിൽ മാച്ച് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. റീഡ് ഇറ്റ്. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ ലെറ്റർ. മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ ലെറ്റർ. സി. ആ, ഇ, ഉ, രി. ടീച്ചർ ഈ സൈഡിൽ ലെറ്റേഴ്സ് തന്നു അല്ലേ? ഇനി ഈ സൈഡിൽ എന്താ തരാൻ പോകുന്നതെന്നറിയാവോ? ഇങ്ങനെ എഴുതുമല്ല, പിക്ചേഴ്സ് തരും. ഇതെന്താണ്? ഔൾ. ഔൾ മീൻസ് എന്താണ്? ഔൾ മൂങ്ങ. അപ്പോൾ ഇവിടെ ടീച്ചർ ഒരു മൂങ്ങയുടെ ഒരു ഔളിൻ്റെ പിക്ചർ തരും. ഇവിടെ നോക്കുക, സേജ്. സേജ് മീൻസ് സന്യാസി അല്ലേ? ഒരു സന്യാസിയുടെ പിക്ചർ ഇവിടെ തരും. റീഡ് ഇറ്റ്. മാംഗോ. ഇവിടെ ഒരു മാംഗോയുടെ പിക്ചർ തരും. സി. ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ കരിമ്പ്. ഇവിടെ കരിമ്പിൻ്റെ പിക്ചർ തരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ ലെറ്ററും ഈ പിക്ചറുമായിട്ട് മാച്ച് ചെയ്യണം അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? ആസേ, അനാർ, ആസേയാം. ടെക്സ്റ്റ് ബുക്കിലില്ലേ? അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ പിക്ചേഴ്സ് വെച്ചാണ് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ നോക്കുക, നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
ആ. ആസെ എന്താണ് നമ്മൾ പഠിച്ചത്? ആസെ ആം. ആം മീൻസ് മാംഗോ അല്ലേ? ആസെ ആം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആയിൽ നിന്ന് ഇതാ ഇവിടെ മാംഗോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പിക്ചറാണ് ഉണ്ടാകുന്നത്. ആ പിക്ചറിലേക്ക് നമ്മൾ മാച്ച് ചെയ്യുക. ഡ്രോ ലൈൻ ആൻഡ് മാച്ച് ഇറ്റ്. ആസെ ആം മാംഗോ. സീ ദ സെക്കൻഡ് ലെറ്റർ ഇ. ഈ. ഈസേ എന്താണ്? ഈസേ നമ്മൾ എന്താ പഠിച്ചേ? ഈസേ. ഈസേ ഈക്ക്. വാട്ട് ഈസ് ഈക്ക്? ഷുഗർ കെയിൻ. യെസ്, ഈസേ ഈക്ക്. ഈക്ക് ഈക്ക് മീൻസ് ഷുഗർ കെയിൻ, കരിമ്പ് അല്ലേ? ഈസേ ഈക്ക് ഷുഗർ കെയിൻ. So what you have to do? You have to draw line and match with the picture. See E. How to match? മാച്ച് ചെയ്യാൻ അറിയാവോ? എവിടേക്കാണ് മാച്ച് ചെയ്യണ്ടേ? സേജിലേക്കാണോ മാച്ച് ചെയ്യണ്ടേ? അല്ല. ഔളിലേക്കാണോ മാച്ച് ചെയ്യണ്ടേ? അല്ല. പിന്നെ ഈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്ക് ഷുഗർ കെയിൻ അല്ലേ? അപ്പോൾ ഷുഗർ കെയിൻ എവിടെയാണ്? ഇവിടെയാണ്. അപ്പം ഈ പിക്ചറും ഈ എന്ന ലെറ്ററുമായിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ. സീ ദ തേർഡ് വൺ. ലെറ്റർ ഉ. ലെറ്റർ ഉ. ഊസേ. ഊസേ എന്താണ് നമ്മൾ പഠിച്ചേ? ഊസേ ഉല്ലു അല്ലേ? ഊസേ ഉല്ലു. വാട്ട് ഈസ് ഉല്ലു? ഔൾ. വെർ ഈസ് ഔൾ? ഔളിൻ്റെ പിക്ചർ എവിടെയാണ്? യെസ്, ഔൾ ഈസ് ഹിയർ അല്ലേ? എവിടേക്കാണ് മാച്ച് ചെയ്യണ്ടേ? ഇതാ ഉ എന്ന ലെറ്റർ ഉല്ലു എന്ന പടത്തിലേക്ക് മാച്ച് ചെയ്യണം. ഓക്കെ. സീ ദ ലാസ്റ്റ് വൺ. ദ ലെറ്റർ രീ. ദ ലെറ്റർ രീ. രീസേ. എന്താണ് രീസേ? ടീച്ചർ പഠിപ്പിച്ചില്ലായിരുന്നോ? രീസേ ഋഷി. വാട്ട് ഈസ് ഋഷി? ഋഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഷി സേജ്. SAG സേജ്, സന്യാസി അല്ലേ? സന്യാസിയുടെ പടം എവിടെയാണ്? സേജ്. സി ഹിയർ സേജ്. അപ്പോൾ സേജ് സന്യാസി. ഇവിടെ പടം തരൂ കേട്ടോ ടീച്ചർ പരീക്ഷയ്ക്ക് കേട്ടോ. ഇപ്പോൾ ടീച്ചർ എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ രീസേ ഋഷി സേജ്. അപ്പോൾ എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്? മാച്ച് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? സി സേജ്. രീ എന്ന ലെറ്ററും സേജിലേക്ക് മാച്ച് ചെയ്യുക. പഠിച്ചോ? അപ്പോൾ മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ ലെറ്റർ. ലെറ്ററും പിക്ചറും തമ്മിൽ മാച്ച് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആസേ അനാർ, ആസേ ആം, ഈസേ ഇമലി, ഈസേ ഈക്ക്, ഊസേ ഉല്ലു, ഊസേ ഊണ്ട്, രീസേ ഋഷി. അങ്ങനെ വായിച്ച് പഠിക്കണം. എന്നാലാണ് ഇത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സി ചിൽഡ്രൻ, റീഡ് ദ ഹെഡിങ്. ഐഡൻറ്റിഫൈ ദ ലെറ്റേഴ്സ്. ഈ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക അല്ലേ? നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ടീച്ചർ ലെറ്റർ പറയാം, അപ്പം നിങ്ങളത് തൊട്ട് കാണിക്കണം ഏതാ ലെറ്റർ എന്ന് കേട്ടോ. ഓക്കെ, ടീച്ചർ പറയട്ടെ. ഈ. ഈ. ഏതാണ് ലെറ്റർ ഇ? തൊട്ട് കാണിച്ചേ. യെസ്, ഇ. ദിസ് ഈസ് ഇ. റൈറ്റ്. നെക്സ്റ്റ് ഊ. ഊ. വിച്ച് ഈസ് ദ ലെറ്റർ ഊ? യെസ്, ഊ. നെക്സ്റ്റ് ആ. ലെറ്റർ ആ. ഏതാണ് ലെറ്റർ ആ? യെസ്, ദിസ് ഈസ് ദ ലെറ്റർ ആ. നൗ ഉ. ഉ. Show me which is the letter U. U. Yes, this is the letter U. Ri.
Re. Show me the letter Re. Yes, this is the letter Re. Okay, now next A. A. Where is A? A. Yes, this is A. E. ഏതാണ് E? Yes, this is E. ഇതിനാണ് ഐഡൻറ്റിഫൈ ദ ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ലെറ്ററും കാണുമ്പോൾ ഇത് രീ ആണ്, ഇത് ഈ ആണ്, ഇത് ഊ ആണ്, ഇത് ആ എന്ന ലെറ്ററാണ്, അങ്ങനെ പറയാൻ പഠിക്കണം. ഓക്കെ, സി ചിൽഡ്രൻ, റീഡ് ദ ഹെഡിങ്, സ്റ്റഡി ദീസ് വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന വാക്കുകൾ പഠിക്കാനാണ് പറഞ്ഞേക്കണേ. എല്ലാ ആഴ്ചയും ഓൺലൈൻ ടെസ്റ്റ് ഇടാറുണ്ട് അല്ലേ? അപ്പം അതിനകത്ത് ടീച്ചർ മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പം അതേപോലെ മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ടീച്ചർ കുറേ ഓറലായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടീച്ചർ ഒരു 15 വാക്കുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്തുനിന്ന്. അപ്പോൾ ഈ 15 വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. എഴുതാനല്ല, പറയാൻ പഠിക്കണം. അപ്പോൾ അതിവിടെ ടീച്ചർ എഴുതി തരാം, നിങ്ങളെ പഠിപ്പിക്കാം. അത് എൻ്റെ കൂടെ വായിക്കുക, പഠിക്കുക കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചും വെക്കണം കേട്ടോ. നോക്കുക ഏതൊക്കെയാന്ന്. നമ്മൾ ആദ്യത്തെ ലെറ്റർ ഏതാണ്? ആയ അല്ലേ? അപ്പോൾ ടീച്ചർ ആയിൽ തുടങ്ങുന്ന 3-4 വാക്കുകൾ പഠിപ്പിച്ചായിരുന്നു. പക്ഷെ നിങ്ങളിവിടെ ഒന്ന് മാത്രം പഠിച്ചാൽ മതി. ഏതാണെന്ന് നോക്കാം. ആസെ അക്ബാർ. 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 അക്ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂസ് പേപ്പർ അല്ലേ? അക്ബാർ ന്യൂസ് പേപ്പർ. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക, അക്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറാണ് എന്ന് പഠിച്ചു വെക്കുക. അക്ബാർ ന്യൂസ് പേപ്പർ. അടുത്ത എന്താണ്? ആലു. ആലു. ആലുവിൻ്റെ അർത്ഥം എന്താണ്? പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് അല്ലേ? അപ്പോൾ ടീച്ചർ ചോദിക്കും, പൊട്ടറ്റോയ്ക്ക് ഹിന്ദിയിൽ പറയുന്ന വാക്കേത്? അപ്പോൾ നിങ്ങൾ എന്താ പറയണ്ടേ? ആലു. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ്. ഓക്കെ, പൊട്ടറ്റോയ്ക്ക് ഹിന്ദിയിൽ പറയുന്ന വാക്ക് ആലു, അല്ലെങ്കിൽ ആലുവിൻ്റെ ഇംഗ്ലീഷ് വേർഡ് പൊട്ടറ്റോ. അങ്ങനെ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആലു പൊട്ടറ്റോ ആന്ന് മനസ്സിലാക്കി വെക്കണം. ആലു പൊട്ടറ്റോ. അടുത്തതാണ് ആട്ട്. ആട്ട് മീൻസ് 8. ആട്ട് നമ്പർ 8 അല്ലേ? നമ്പർ 8 നമ്മൾ പറയുന്നതാണ് ആട്ട്. ആട്ട്. പറഞ്ഞ് എൻ്റെ കൂടെ പറഞ്ഞേ, ആട്ട്. ആട്ട് മീൻസ് 8. ഇവിടെ നോക്കിയേ, ആ. ആയിൽ തുടങ്ങുന്ന ഒരു വാക്ക് നമ്മൾ പഠിച്ചു, അക്ബാർ. ആയിൽ തുടങ്ങുന്ന 2 വാക്കുകൾ ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നു, ആലു, ആട്ട്. ആലു, ആട്ട്. ആലു മീൻസ് പൊട്ടറ്റോ. ആട്ട് 8. ക്ലിയർ? ഇനി അടുത്ത ലെറ്റർ ഇ. ഇയിൽ തുടങ്ങുന്ന ഒരു വാക്ക് നിങ്ങൾ പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിലുള്ളത് പഠിക്കണം, അതുകൂടാതെ ഒന്നും കൂടെ. സി. ഈസെ ഇമാരത്ത്. സി. ഇമാരത്ത്. ഇമാരത്ത് മീൻസ് ബിൽഡിംഗ് അല്ലേ? ഇമാരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ്. ഇമാരത്ത് ബിൽഡിംഗ്. റീഡ് ഇറ്റ്. ഇമാരത്ത് ബിൽഡിംഗ്. സെക്കൻഡ് ഇമാരത്ത് ബിൽഡിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഈ. ആ, ആ, ഇ, ഈ. ഈയിൽ തുടങ്ങുന്ന ഒരു വാക്ക് നിങ്ങൾ പഠിക്കണം, ഈൻഡ്. ഈൻഡ്. ഈഡ് മീൻസ് ബ്രിക്സ് അല്ലേ? ഈഡ് മീൻസ് ബ്രിക്ക്, ഇഷ്ടിക അല്ലേ? ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടിക, ബ്രിക്ക്. ഈസെ
ഈൻറ്റ്. ഒന്നും കൂടെ പറയാം കേട്ടോ. സേ ലൗഡ്ലി. അഖ്ബാർ ന്യൂസ് പേപ്പർ. അഖ്ബാർ ന്യൂസ് പേപ്പർ. നെക്സ്റ്റ് ആലു പൊട്ടറ്റോ. ആലു പൊട്ടറ്റോ. ആठ 8. आठ 8. इमारत बिल्डिंग. इमारत बिल्डिंग. ईंट brick. ईंट brick. See children, ടീച്ചർ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും കൂടെ എഴുതിയിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അഖ്ബാർ ന്യൂസ് പേപ്പർ. ആലു പൊട്ടറ്റോ. 8 8. ഇമാരത്ത് ബിൽഡിംഗ്. ഈൻറ്റ് ബ്രിക്ക്. അഗെയിൻ അഖ്ബാർ ന്യൂസ് പേപ്പർ. ആലു പൊട്ടറ്റോ. 8 8. ഇമാരത്ത് ബിൽഡിംഗ്. ഈൻറ്റ് ബ്രിക്ക്. Look here, the sixth one. Udna. Udna. Udna means get up. എഴുന്നേൽക്കുക. ഉഡ്ന get up. Next ഉപഹാർ gift. ഉപഹാർ gift. ഊൻ wool. ഋതു സീസൺ. നമുക്ക് പഠിക്കാം. ടീച്ചറിൻ്റെ കൂടത്തിൽ പറയുക കേട്ടോ. ഉഡ്ന ഗെറ്റ് അപ്പ്. ഒളഫീസേ ഉഡ്ന ഗെറ്റ് അപ്പ്. ഉപഹാർ ഗിഫ്റ്റ്. ഉപഹാർ ഗിഫ്റ്റ്. ഊൻ wool. ഊൻ wool. ഋതു സീസൺ. ഋതു സീസൺ. ഋതു സീസൺ. See children, read the heading. 5 body parts. 5 body parts. ടീച്ചർ 10 ബോഡി പാർട്സ് പഠിപ്പിച്ചു അല്ലേ? പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ 5 ബോഡി പാർട്സ് പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഈ 5 ബോഡി പാർട്സും നിങ്ങൾ പറയാൻ പഠിക്കണം. നോക്കാം ഏതൊക്കെയാണെന്ന് ടീച്ചർ പഠിപ്പിക്കുക കേട്ടോ. See the first one, sir. Sir. What is sir? Head. അല്ലേ? Head. Sir means head. Second one, aank. Read it. Aank. What is aank? Eye. Eye. Third one, kaan. What is kaan? Ear. Ear. Fourth one, naak. What is naak? Nose. Fifth one, haath. What is haath? Hand. Okay, read again. Sir, head. Sir, head. Say loudly. Sir, head. Aank, eye. Aank, eye. Aank, eye. Kaan, ear. Kaan, ear. Fourth one, എല്ലാവരും ഒച്ചത്തിൽ പറയണം കേട്ടോ. വേഗം ടീച്ചറിൻ്റെ കൂടെ ഒരുമിച്ച് പറയുക. വേഗം പഠിക്കുക കേട്ടോ. നാക്ക് നോസ്. നാക്ക് നോസ്.
हाथ, hand, हाथ, hand. Once again, all of you say loudly. Sir, head, आंख, eye, कान, ear, नाक, nose, हाथ, hand. Did you study? Very good.